അസ്സലാമലൈക്കും, വെൽക്കം ടു shainus.com. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡോനട്ടാണ്. ഈ ഡോനട്ട് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ റെഡിയാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഡോനട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും എടുക്കുക. അതിലേക്ക് നേർത്ത ചൂടുള്ള 1/2 കപ്പ് പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് നമുക്ക് പൊങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ട മാവ് എങ്ങനെയാണ് റെഡിയാക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി 2 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും, പൊടിക്കാത്ത പഞ്ചസാര ചേർത്താലും കുഴപ്പമില്ല, ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ ബട്ടറും ചേർത്ത് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. പൊങ്ങി വന്ന ഈസ്റ്റ് എടുത്ത് ഇതിലേക്കൊഴിച്ച് മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ ഈസ്റ്റ് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി, നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഈസ്റ്റ് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ചൂടുള്ള പാല് ബാക്കി ഒഴിച്ചാലും മതി. അപ്പോൾ മാവ് നന്നായിട്ട് ഒരു 10 മിനിറ്റ് കുഴച്ചെടുക്കണം. നന്നായിട്ട് സോഫ്റ്റ് ആകുന്ന വരെ കുഴച്ചതിന് ശേഷം ഇത് നമുക്കൊരു എണ്ണ തേച്ച പാത്രത്തിലേക്ക് വെച്ച് അടച്ചു വെക്കാം. ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും, ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മളിത് മാറ്റി വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാവൊന്ന് നോക്കാം. മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടെ സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് കുഴച്ചതിന് ശേഷം നമുക്കിത് പരത്തി ഡോനട്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. മുഴുവനായിട്ടിങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട്. അത്യാവശ്യം കട്ടിയിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. തീരെ നൈസാക്കി പരത്തരുത്. പരത്തിയതിന് ശേഷം നമുക്ക് ഡോനട്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ട് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഞാനിവിടെ ഇതുപോലെ ഒരു പാത്രം വെച്ച് ആദ്യം റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ടോപ്പ് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ടാണ് ഷേപ്പാക്കുന്നത്. ഇനി നമ്മളിതൊരു മാവ് തൂകിയ പാത്രത്തിലേക്ക് എടുത്ത് വെക്കണം. ഇത് വെക്കുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നോക്കണം, കാരണം ഇത് ഇനിയും ഒന്നും കൂടെ പൊങ്ങി വരാനുള്ളതാണ്. അപ്പോൾ പരസ്പരം തട്ടാതെ വേണം വെക്കാൻ. അപ്പോൾ ഈ ബാക്കി നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കി വന്ന മാവ് വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇത് തീരുന്നത് വരെ നമുക്കതങ്ങനെ പരത്തിയെടുക്കാം. ലാസ്റ്റ് മാവ് ആവുന്നവരെ നമുക്കിതുപോലെ ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതെല്ലാം ഞാനൊരു മാവ് തൂകിയ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പരസ്പരം തട്ടാത്ത വിധത്തിൽ വേണം നമ്മളിത് വെക്കാൻ, കാരണം ഇത് 10 മിനിറ്റ് ഇനിയും മാറ്റി വെക്കണം. അപ്പോൾ ഈ മാവ് ഒന്നുകൂടെ പൊങ്ങി വരും. അപ്പോൾ പരസ്പരം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ അകലത്തിൽ വേണം എല്ലാം വെക്കാൻ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു സ്റ്റൗവിൽ പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്കിത് വറുത്ത് കോരാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇത് ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. കളറ് മാറാതെ ശ്രദ്ധിക്കണം. അതിനുവേണ്ടിയാണ് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുന്നത്. ഇതുപോലെ ഈ ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാം നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ ഡോനട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഡോനട്ട് ഓരോന്നായിട്ട് നമ്മുടെ ചോക്ലേറ്റ് സോസിൽ ഡിപ്പ് ചെയ്തെടുക്കണം. ഈ ചോക്ലേറ്റ് സോസ് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കിയതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ചോക്ലേറ്റ് സോസിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ഒന്നിൻ്റെ മുകളിൽ കേക്ക് സ്പ്രിങ്കിൾസ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കേക്ക് സ്പ്രിങ്കിൾസ് അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതിൻ്റെ മുകളിൽ പഞ്ചസാര പൊടിച്ചത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റാണ് ഒന്നിൻ്റെ മുകളിൽ, ഒന്ന് പ്ലെയിനായിട്ട് ഇട്ടിരിക്കണം. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പല
ഫ്ലേവറിലും പല രീതിയിൽ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തത് കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഇവിടെ 4 രീതിയിൽ, ഒന്ന് പ്ലെയിനും, ഒന്നിൻ്റെ മുകളിൽ ചോക്ലേറ്റും കേക്ക് സ്പ്രിങ്കിളും പഞ്ചസാര പൊടിച്ചതൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.